ഹൈ സ്റ്റുഡൻസ്, ഒക്ടൻറ്റിലെ പോയിൻറ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? എളുപ്പത്തിൽ എങ്ങനെ കണ്ടുപിടിക്കാം? ടേബിളൊന്നും കാണാതെ പഠിക്കേണ്ട, ഒന്നും കാണാതെ പഠിക്കേണ്ട, അല്ലാതെ ഒക്ടൻറ്റിലെ പോയിൻറ്റുകൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഒക്ടൻറ്റിലെ പോയിൻ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? എന്താണ് ഒക്ടൻറ്റ്? ക്വാഡ്രൻ്റ് അറിയാം. ഇതാണ് ക്വാഡ്രൻ്റ് അല്ലേ? 1, 2, 3 അല്ലേ? ഏതൊക്കെ ക്വാഡ്രൻ്റ്? ഒന്നാമത്തെ ക്വാഡ്രൻ്റ്, രണ്ടാമത്തെ ക്വാഡ്രൻ്റ്, മൂന്നാമത്തെ ക്വാഡ്രൻ്റ്, നാലാമത്തെ ക്വാഡ്രൻ്റ്. 4 ക്വാഡ്രൻ്റുണ്ട്. ക്വാഡ്രൻറ്റിൻ്റെ ആദ്യം നമുക്ക് പറയാം അല്ലേ? ഇത് എക്സ് ആക്സിസ് ആണെന്ന് നമുക്കറിയാം, ഇത് എക്സ് ഡാഷ് ആണെന്നറിയാം. യെസ്, ഇത് വൈ ആക്സിസ് ആണെന്നറിയാം, വൈ ഡാഷ് എന്ന് പറയാം. എക്സ് ഡാഷ് എന്ന് പറയുമ്പോൾ അവിടെ മൈനസ് വരും അല്ലേ? ഇങ്ങോട്ട് മൈനസ് വരും. എക്സ് ഡാഷ് എന്ന് പറയുന്നത് മൈനസ് വരും, വൈ ഡാഷ് എന്ന് പറയുന്നത് മൈനസ് വരും. എക്സ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്, വൈ എന്ന് പറയുന്നത് പോസിറ്റീവാണ്. അറിയാം. നമുക്ക് ക്വാഡ്രൻ്റ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഈ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എക്സ് പോസിറ്റീവ് ആണെന്ന് എല്ലാവർക്കും അറിയാം. എക്സ് പോസിറ്റീവാണ്, അപ്പോൾ എക്സ് പോസിറ്റീവാണ്. യെസ്. വൈയോ? വൈ ഇതല്ലേ? വൈയും പോസിറ്റീവ് അല്ലേ? വൈയും പോസിറ്റീവാണ്. ഞാൻ ക്വാഡ്രൻറ്റിലാണ് പറയുന്നത്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എക്സും പോസിറ്റീവാണ്, വൈയും പോസിറ്റീവാണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിലോ? സെക്കൻഡ് ക്വാഡ്രൻ്റ് ആകുമ്പോൾ എക്സ് അതെ ഈ സൈഡിലോട്ട് വന്നു. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ എക്സ് നെഗറ്റീവാണ്, വൈ പോസിറ്റീവാണ്. യെസ്. തേർഡ് ക്വാഡ്രൻറ്റിലാണെങ്കിലോ? തേർഡ് ക്വാഡ്രൻറ്റിലാണെങ്കിൽ എക്സും നെഗറ്റീവാണ്, വൈയും നെഗറ്റീവാണ്. എക്സ് ഡാഷ് വൈ ഡാഷ് എന്നല്ല വന്നേക്കണേ. എക്സ് നെഗറ്റീവാണ്, വൈ നെഗറ്റീവാണ്. അത് നോക്കി മനസ്സിലാക്കാം. ഇത് കണ്ടോ? എക്സ് വൈ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആകുമ്പോൾ എക്സും വൈയാണ് വന്നേക്കണം അല്ലേ? അപ്പോൾ എക്സ് വൈയും പോസിറ്റീവ് അല്ലേ? സെക്കൻഡ് ആകുമ്പോൾ എക്സ് ഡാഷ് വന്നേക്കണം, അപ്പോൾ എക്സ് മൈനസാണ്, വൈ പോസിറ്റീവാണ്. തേർഡ് ആകുമ്പോഴോ എക്സും ഡാഷാണ്, വൈ ഡാഷാണ്, രണ്ടും നെഗറ്റീവാണ്. ഫോർത്ത് ആകുമ്പോൾ എക്സ് പോസിറ്റീവാണ് അല്ലേ? അവിടെ എക്സ് എന്നല്ലേ ഉള്ളൂ. ഇവിടെ വൈ ഡാഷ് എന്ന് പറഞ്ഞാൽ വൈ നെഗറ്റീവാണ്, എക്സ് പോസിറ്റീവാണ്, വൈ നെഗറ്റീവാണ്. ഇതാണ് ക്വാഡ്രൻറ്റ്. അപ്പോൾ ക്വാഡ്രൻറ്റ് നമുക്കറിയാം. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എക്സും വൈയും പോസിറ്റീവ്, സെക്കൻഡിൽ എക്സ് നെഗറ്റീവോ വൈ പോസിറ്റീവ്, തേർഡിൽ രണ്ടും നെഗറ്റീവ്, ഫോർത്തിലോ എക്സ് പോസിറ്റീവോ വൈ നെഗറ്റീവ്. ഇതറിയാം. ഇതാദ്യം എഴുതി വയ്ക്കാം. ഇനി ഇതിനെ ഒക്ടൻ്റ് ആക്കാൻ പോവാണ്. ഒക്ടൻ്റ് ആക്കുമ്പോൾ 3D ആണ്. അതായത് എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഇസഡ് എന്ന് പറയുന്ന ഒരു ആക്സിസ് കൂടി വരുവാണ്. അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഒക്ടൻ്റ് വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒക്ടൻ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട. ഒക്ടൻ്റ് വരുമ്പോൾ ദേ ഇവിടെ പ്ലസ്, എല്ലാം ഒരു പ്ലസ് അങ്ങ് എക്സ്ട്രാ ഇട്ട് കൊടുക്കാം. പ്ലസ് ഇട്ട് കൊടുക്കാം, പ്ലസ് ഇട്ട് കൊടുക്കാം, പ്ലസ് ഇട്ട്. ഒക്ടൻ്റായി. ഇത് ഒക്ടൻ്റായി. ഒന്നാമത്തെ ക്വാഡ്രൻറ്റിൽ എക്സും വൈയും ഇസഡും പോസിറ്റീവ്, രണ്ടാമത്തേൽ എക്സ് നെഗറ്റീവ്, വൈയും ഇസഡും പോസിറ്റീവ്, മൂന്നാമത്തേൽ എക്സും വൈയും നെഗറ്റീവ്, ഇസഡ് പോസിറ്റീവ്, നാലാമത്തേൽ എക്സ് പോസിറ്റീവ്, വൈ നെഗറ്റീവ്, ഇസഡ് പോസിറ്റീവ്. ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല അല്ലേ? അപ്പോൾ ക്വാഡ്രൻറ്റ് നമ്മൾ എഴുതി, എന്നിട്ട് എല്ലാം പ്ലസ് ഇട്ട് കൊടുത്തപ്പോൾ എന്തായി? അതെന്തായി? അത് ഒക്ടൻ്റായി. ഒക്ടൻ്റ് ആകുമ്പോൾ 4 എണ്ണമുള്ള 8 എണ്ണമുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം അഞ്ചാമത്തെ ക്വാഡ്രൻ്റ് എവിടെ വരും? അഞ്ചാമത്തെ ക്വാഡ്രൻ്റ് ഇവിടെ വരും. ഞാൻ ഇവിടെ 5 തരും. അഞ്ചാമത്തെ ക്വാഡ്രൻ്റ് ഇവിടെ വരും. ആറാമത്തെ ക്വാഡ്രൻ്റ് ഇവിടെ വരും. ഏഴാമത്തെ ക്വാഡ്രൻ്റ് ഇവിടെ വരും. എട്ടാമത്തെ ക്വാഡ്രൻ്റ് ഇവിടെ വരും. ഓക്കെ, 5ഉം 6ഉം 7ഉം 8ഉം ക്വാഡ്രൻ്റ് ഏതാണെന്ന് മനസ്സിലായല്ലോ? യെസ്, മനസ്സിലായി. ഇനി നമുക്ക് അതിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുന്നതാണ്. അവിടെയാണ് നമ്മുടെ ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. അതിൻ്റെ സൈൻ എങ്ങനെയാണ് ഇട്ട് കൊടുക്കുക എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ക്വാഡ്രൻ്റ് എന്ന് പറയുമ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ്, ഈ 5ന് നേരെ ഓപ്പോസിറ്റ്, ഇവിടെ 5 നേരെ ഓപ്പോസിറ്റ് നോക്കാം. മൈനസ് മൈനസ് പ്ലസ് എന്നല്ലേ? മൈനസ് പ്ലസ് എന്നാണ് അഞ്ചാമത്തെ ക്വാഡ്രൻ്റ് കിടക്കുന്നത് അല്ലേ? 5ൻ്റെ നേരെ ഓപ്പോസിറ്റ് 3ആണ്. മൈനസ് പ്ലസ് എന്നല്ലേ കിടക്കുന്നത്? മൈനസ് പ്ലസ്. അത് നേരെ ഓപ്പോസിറ്റ് ആക്കിയാൽ മതി. മൈനസ് പ്ലസ് എന്നുള്ളത് ഇത് മൈനസ് ആണല്ലോ, ഇത് പ്ലസ് ആക്കുക. ഓപ്പോസിറ്റ് ആക്കിയാൽ മതി. ഇത് മൈനസ് ആണല്ലോ, ഇത് പ്ലസ് ആക്കുക. ഇത് പ്ലസ് ആണല്ലോ, മൈനസ് ആക്കുക. പറയുമ്പോൾ കുറേ നേരം എടുത്തെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അഞ്ചാമത്തെ ക്വാഡ്രൻ്റ് എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് നോക്കുക. ഇതിവിടെ മൈനസ് പ്ലസ്, അപ്പോൾ പ്ലസ് മൈനസ് ആക്കി. ആറാമത്തേൻ്റെ നേരെ ഓപ്പോസിറ്റ് നോക്കുക. ആറാമത്തേൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ്? പ്ലസ് മൈനസ് പ്ലസ് എന്ന് പറയുമ്പോൾ പ്ലസ്സിന് മൈനസ് കൊടുക്കുക, മൈനസിന് പ്ലസ് കൊടുക്കുക, പ്ലസ്സിന് മൈനസ് കൊടുക്കുക. യെസ്. ഇനി ഏഴാമത്തെ ക്വാഡ്രൻ്റ് നോക്കുമ്പോഴോ നേരെ ഓപ്പോസിറ്റ് നോക്കുക. എല്ലാം പ്ലസ്. അപ്പോഴോ മൈനസ് നേരെ ഓപ്പോസിറ്റ് കൊടുക്കുക. യെസ്. എട്ടാമത്തെ ക്വാഡ്രൻ്റ് നോക്കുക. എട്ടാമത്തെ ക്വാഡ്രൻ്റ് നോക്കുമ്പോൾ ആദ്യം കിടക്കുന്നത് ഈ വെളുത്ത നിറത്തിലാണ് ആദ്യം കിടക്കുന്നത്. ഏതാണ്? പ്ലസ്. അത് നമ്മൾ എന്താക്കാം? മൈനസിന് പ്ലസ് കൊടുക്കാം, പ്ലസ്സിന് മൈനസ് കൊടുക്കാം. ഇപ്പോൾ ഓക്കെ.
എന്ത് പെട്ടെന്ന് മനസ്സിലായി? അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻ്റ്, സെക്കൻഡ് ക്വാഡ്രൻ്റ്, തേർഡ് ക്വാഡ്രൻ്റ്, ഫോർത്ത് ക്വാഡ്രൻ്റ് നമ്മൾ എഴുതി. എന്നിട്ട് എല്ലാത്തിനും ഒരു പ്ലസ് കൊടുത്തു. എന്നിട്ട് ഫസ്റ്റിൻ്റെ അവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. അഞ്ചാമത്തെ ക്വാഡ്രൻ്റ്, ആറാമത്തെ ക്വാഡ്രൻ്റ്, ഏഴാമത്തെ ക്വാഡ്രൻ്റ്, എട്ടാമത്തെ ക്വാഡ്രൻ്റ്, അഞ്ചാമത്തെ ക്വാഡ്രൻ്റ്, ആറാമത്തെ ക്വാഡ്രൻ്റ്, ഏഴാമത്തെ ക്വാഡ്രൻ്റ്, എട്ടാമത്തെ ക്വാഡ്രൻ്റ്. ഈ ക്വാഡ്രൻ്റ് നമുക്ക് അറിയേണ്ടത്. അഞ്ചാമത്തെ ക്വാഡ്രൻ്റ് അറിയണമെങ്കിൽ നമ്മൾ നേരെ ഓപ്പോസിറ്റ് നോക്കി അവിടെ വെളുത്ത നിറത്തിൽ കൊടുത്തേക്കണതാണ് നമ്മൾ ആദ്യം എഴുതിയ ക്വാഡ്രൻ്റ്. മൈനസ് മൈനസ് പ്ലസ്, മൈനസിന് പ്ലസ് കൊടുത്തു. പ്ലസ് പ്ലസ് മൈനസ്, യെസ്. ആറാമത്തെ ക്വാഡ്രൻ്റ് ആകുമ്പോൾ നേരെ ഓപ്പോസിറ്റ് നോക്കി പ്ലസ് മൈനസ് പ്ലസ്, അപ്പോൾ പ്ലസിന് പകരം മൈനസ് കൊടുത്തു. മൈനസ് പ്ലസ് മൈനസ്, യെസ്. ഏഴാമത്തെ ക്വാഡ്രൻ്റ് നോക്കി, അപ്പോൾ നേരെ ഓപ്പോസിറ്റ് നോക്കുകയാണ്. നേരെ ഏഴാമത്തെ ക്വാഡ്രൻ്റിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് നോക്കുമ്പോൾ അഞ്ചാമത്തെ ക്വാഡ്രൻ്റ് ഇവിടെ ഒന്നാമത്തെ ക്വാഡ്രൻ്റാണ് കാണുക. പ്ലസ് പ്ലസ് പ്ലസ്, അത് മൈനസ് മൈനസ് മൈനസാക്കി. എട്ടാമത്തെ നോക്കി, ഇവിടെ വെളുത്ത നിറത്തിൽ കാണുന്നത് മൈനസ് പ്ലസ് പ്ലസ് ആണ്, ഓപ്പോസിറ്റ് കാണുന്നത് മൈനസ് പ്ലസ് പ്ലസ്. അത് ഞാൻ എന്താക്കി? പ്ലസ് മൈനസിന് പ്ലസ് ആക്കി, പ്ലസിന് മൈനസാക്കി, മൈനസ്. ഓക്കെ, മനസ്സിലായല്ലോ? യെസ്. നമുക്കൊന്നും കൂടി അത് പറയാം. അപ്പോൾ ക്രിസ്റ്റൽ ക്ലാരിറ്റിയിൽ ശരിയാവും. ഒന്നുകൂടെ പറയാം. ഇത് ആദ്യം കാണുവാനുള്ള ക്ഷമ കാണിച്ചാൽ മതി, പിന്നെ നമുക്ക് വേഗം ചെയ്യാം. അപ്പോൾ ഞാൻ ഇനി വളരെ സ്പീഡിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്, ഇനി വളരെ സ്പീഡിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്, അല്ലേ? ഒന്നാമത്തെ ക്വാഡ്രൻ്റ്, രണ്ടാമത്തെ ക്വാഡ്രൻ്റ്, മൂന്നാമത്തെ ക്വാഡ്രൻ്റ്, നാലാമത്തെ ക്വാഡ്രൻ്റ്. ഓക്കെ, ഒന്നാമത്തെ ക്വാഡ്രൻ്റിൽ എക്സും പോസിറ്റീവാണ്, വൈയും പോസിറ്റീവാണ്. രണ്ടാമത്തേൽ എക്സ് നെഗറ്റീവാണ്, വൈ പോസിറ്റീവാണ്, അല്ലേ? മൂന്നാമത്തേൽ രണ്ടും നെഗറ്റീവാണ്. നാലാമത്തേൽ എക്സ് പോസിറ്റീവാണ്, വൈ നെഗറ്റീവാണ്. ഓക്കെ, എന്നിട്ട് എന്താണ്? എല്ലാത്തിനും ഓരോ പ്ലസ് ഇട്ട് കൊടുത്തു. എല്ലാത്തിനും ഓരോ പ്ലസ് ഇട്ട് കൊടുത്തു. യെസ്, പ്ലസ് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഒക്ടൻ്റ് അടയാളപ്പെടുത്താൻ പോകണം. ഒക്ടൻ്റ് അടയാളപ്പെടുത്താൻ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നാണെങ്കിൽ അവിടെ എന്തായിരിക്കും? 4 വരെ അടയാളപ്പെടുത്തിയില്ലേ? ഇനി 5, 6, 7, 8 അടയാളപ്പെടുത്തി. യെസ്. ഇനി 5ൽ എന്ത് വരുമെന്ന് അറിയാൻ നേരെ ഓപ്പോസിറ്റ് നോക്കുക. മൈനസ് മൈനസ് പ്ലസ് ആണ് കിടക്കുന്നത്, അല്ലേ? അത് നേരെ ഓപ്പോസിറ്റ് ആക്കിയാൽ മതി. മൈനസ് മൈനസ് പ്ലസ്, മൈനസിന് പ്ലസ് കൊടുക്കുക, അടുത്ത മൈനസിന് പ്ലസ് കൊടുക്കുക, പ്ലസിന് മൈനസ് കൊടുക്കുക. 5 ഓക്കെ ആയി. ഇനി ആറാമത്തെ കാണാൻ നേരെ ഓപ്പോസിറ്റ് നോക്കുക. എന്താണ് കിടക്കുന്നത്? പ്ലസ് മൈനസ് പ്ലസ്, അപ്പോൾ ഓപ്പോസിറ്റ് കൊടുക്കുക. അപ്പോൾ എന്താണ്? മൈനസ് പ്ലസ് മൈനസ്, യെസ്. മൈനസ് പ്ലസിന് മൈനസ്, മൈനസിന് പ്ലസ്, പ്ലസിന് മൈനസ്. ഓക്കെ, ഏഴാമത്തേത് നോക്കുക. ഏഴാമത്തെ നോക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് നോക്കുക. പ്ലസ് പ്ലസ് പ്ലസ്, അപ്പോൾ മൈനസ് മൈനസ് മൈനസ്. ഓക്കെ, എട്ടാമത്തെ നോക്കുക. അവിടെ വെളുത്തത് നോക്കാവുള്ളൂ. മൈനസ് പ്ലസ് പ്ലസ്, അപ്പോൾ എന്താണ്? പ്ലസ് മൈനസ് മൈനസ്, യെസ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് പോയിൻറ്റ്സ് കണ്ടുപിടിക്കാം. ഇതിനാണ് ക്വസ്റ്റ്യനിലേക്ക് വരുന്നത്. ക്വസ്റ്റ്യൻ സിമ്പിളാണ്. ഒരു പോയിൻ്റ് വരും. ഇപ്പോൾ -2, 4, 6, ഇത് ഏത് ക്വാഡ്രൻ്റിലാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ എന്താണ്? മൈനസ് പ്ലസ് പ്ലസ്, മൈനസ് പ്ലസ് പ്ലസ് കൊണ്ട് കിടക്കുന്നത് മൈനസ് പ്ലസ് പ്ലസ് ഇതേ കിടക്കുന്നു. രണ്ടാമത്തെ ക്വാഡ്രൻ്റിലാണ്, അപ്പോൾ സെക്കൻഡ് ക്വാഡ്രൻ്റിലാണ്. ഓക്കെ, -3, -6, -8, യെസ്. ഓൾ മൈനസ്, അപ്പോൾ മൈനസ് മൈനസ് മൈനസ്, ഓൾ മൈനസ് കിടക്കുന്ന എവിടെയാണ്? ഓൾ മൈനസ് ഏഴാമത്തെ ക്വാഡ്രൻ്റ്. 8 3 എഴുതിക്കരുത് കേട്ടോ, പച്ചയില കൊടുത്തേക്കണതാണ് മൈനസ്, അപ്പോൾ ഏഴാമത്തെ ക്വാഡ്രൻ്റ്, യെസ്. ഇനി വേറൊന്ന് നോക്കാം. 6 -4 -3, പ്ലസ് മൈനസ് മൈനസ്, പ്ലസ് മൈനസ് മൈനസ് എവിടെയെങ്കിലും ഉണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ നോക്കൂ. പ്ലസ് മൈനസ് മൈനസ്, പ്ലസ് മൈനസ് മൈനസ്, പ്ലസ് മൈനസ് മൈനസ്. നാലാമത്തെ ഒക്ടൻ്റ്. ക്വാഡ്രൻ്റ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞു, അല്ല ഒക്ടൻ്റാണ് കേട്ടോ. ഇത്രയുള്ള കേസ് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പരീക്ഷ പേപ്പർ കിട്ടുമ്പോൾ ആദ്യമേ തന്നെ എന്ത് വരയ്ക്കുക? എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുക. എന്നിട്ടോ ഇവിടെ ഇത് രണ്ടും പോസിറ്റീവാണ്, ഇത് നെഗറ്റീവും ഇത് പോസിറ്റീവാണ്, ഇത് നെഗറ്റീവും നെഗറ്റീവുമാണ്, ഇത് പോസിറ്റീവ് നെഗറ്റീവാണ്. എന്നിട്ട് എല്ലാത്തിലും ഓരോ പ്ലസ് ഇട്ട് കൊടുക്കുക. യെസ്, പ്ലസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4. ഇത് നിങ്ങൾ ഇങ്ങനെ റൗണ്ട് ചെയ്തെന്ന് പറയുക. ഇത് 5, ഇത് 6, ഇത് 7, ഇത് 8. അഞ്ചാമത്തെ കാണുന്നത് നേരെ ഓപ്പോസിറ്റ് നോക്കുക. എന്താണോ എഴുതിയിരിക്കുന്നത്? മൈനസ് മൈനസ് പ്ലസ്, ഓപ്പോസിറ്റ് ആക്കുക. പ്ലസ് പ്ലസ് മൈനസ്, കേട്ടോ? അങ്ങനെ വരച്ച് വയ്ക്കുക. വരച്ച് വെച്ചിട്ട് നിങ്ങൾ ഏത് ക്വാഡ്രൻ്റ് ഉണ്ടെന്ന് നോക്കാം. അല്ലാതെ നമ്മൾ കാണാതെ ഒന്നും പഠിക്കേണ്ട ആവശ്യം ഇല്ല.